ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ബിഫോർ യു ബ്രേക്ക് ഔട്ട് ഓഫ് എ പ്രിസൺ യു മസ്റ്റ് റിയലൈസ് യു ആർ ലോക്ക്ഡ് അപ്പ്. ഇറ്റ്സ് മീ ലിൻഡോ. വെൽക്കം ബാക്ക് ടു ട്രേഡിംഗ് മൈൽസ്റ്റോൺ. തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ട്രേഡിംഗ് അഡിക്ഷനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. നിങ്ങൾക്ക് ട്രേഡിംഗ് അഡിക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനൊരു 6 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നിങ്ങളുടെ മൈൻഡിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. ഇതിൽ ഒരു 4 എണ്ണമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക നിങ്ങൾക്ക് ട്രേഡിംഗ് അഡിക്ഷൻ ഉണ്ടാകും. ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് വരാം. ട്രേഡിംഗ് അവേഴ്സിൽ പ്രോപ്പർ ആയിട്ടുള്ള സെറ്റപ്പ് കിട്ടാതെ ട്രേഡ് എടുക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എന്താണ് പ്രോപ്പർ സെറ്റപ്പ് എന്ന് വെച്ചാൽ, നമുക്ക് ടെക്നിക്കലി അനാലിസിസ് നടത്താൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വേണം. അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ അവൈലബിലിറ്റി നോക്കണം. ഇങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടാതെ തന്നെ ട്രേഡ് എടുക്കാനായിട്ട് താല്പര്യമുള്ള ഒരാളാണോ നിങ്ങൾ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഒരു ആഴ്ചയിൽ ഒരു 4 അല്ലെങ്കിൽ 5 തവണയെങ്കിലും റിവെഞ്ച് ട്രേഡ് അല്ലെങ്കിൽ ഓവർ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഓവർനൈറ്റ് പൊസിഷൻസ് ഓർത്തിട്ട് നിങ്ങൾ ഓവറായിട്ട് ടെൻഷൻ ആകാറുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ മൂഡ് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ പിയാൻഡിലാണോ? അതായത് പ്രോഫിറ്റ് വരുമ്പോൾ ഹാപ്പി ആവുകയും ലോസ് വരുമ്പോൾ സാഡ് ആവുകയും ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? അടുത്തതാണ്, ഒരു സെഗ്മെന്റിലെങ്കിലും പ്രോഫിറ്റബിൾ ആയിട്ട് ആകാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ ഫോറക്സിലോ അല്ലെങ്കിൽ F&O കമ്മോഡിറ്റിയിലൊക്കെ പോയിട്ട് ട്രേഡുകൾ എടുക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സ്ട്രാറ്റജി ഇല്ലാതെ ഓരോ പുതിയ ട്രേഡിംഗ് ഡേയിലും ഓരോ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്ത് നോക്കുന്ന ഒരാളാണോ നിങ്ങൾ? ചിന്തിച്ചു നോക്കൂ. ഈ ക്വസ്റ്റ്യൻസിൽ ഒരു 4 എണ്ണം എങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ട്രേഡിംഗ് അഡിക്റ്റ് ആണെന്ന് പറയേണ്ടതായിട്ട് വരും. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. സത്യത്തിൽ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാര്യം ആ ഒരു കോളിൻ്റെ ബേസിലാണ്. ഒരു ട്രേഡർക്ക് സംഭവിച്ച ഒരു കാര്യമാണ് പറയുന്നത്. അത് ലാസ്റ്റ് ഡേയിലെ നിഫ്റ്റിയിലെ ട്രേഡിലാണ് നടന്നത്. ഈ ഫ്രൈഡേയിൽ നിഫ്റ്റിയിൽ നമുക്കറിയാം നല്ല ഫുള്ളി അപ് ട്രെൻഡ് മാർക്കറ്റ് ആയിരുന്നു നിഫ്റ്റിയിൽ പോയിക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ ഇയാൾ രാവിലെ തന്നെ നമുക്ക് ട്രേഡിൽ കയറിയിട്ട് ഒരു 1 അവറിനുള്ളിൽ തന്നെ ആ ദിവസത്ത് കിട്ടാനായിട്ടുള്ള അല്ലെങ്കിൽ ആ ദിവസം എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു പ്രോഫിറ്റിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്ത് കുറച്ച് സമയം കൂടി മാർക്കറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ സമയം കൂടി ഇരുന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു? അവിടെ ഒരു കൺഫർമേഷൻ ബയാസ് രൂപപ്പെട്ടു. എന്താണ് കൺഫർമേഷൻ ബയാസ് എന്ന് ഞാൻ പറയാം. അപ്പോൾ അതായത് ആൾ എന്ത് ചെയ്തു? വീണ്ടും ഒരു ട്രേഡ് എടുക്കുകയാണ്. അത് ട്രെൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രേഡ് എടുത്തു. അതായത് അപ് ട്രെൻഡിലേക്ക് പോകുന്നൊരു മാർക്കറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ് ട്രെൻഡ് ഡേ ആയിരുന്നു. ആ അപ് ട്രെൻഡ് ഡേയിൽ എന്തുകൊണ്ടായിരിക്കാം ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാനായിട്ട് ആ വ്യക്തിയെ സ്വാധീനിച്ച ഘടകം? അതാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു കൺഫർമേഷൻ ബയാസ് വർക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് മുൻകാല ധാരണകളുടെ ബേസിൽ അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡിലേക്ക് പോകുന്ന മാർക്കറ്റ് തീർച്ചയായിട്ടും ഡൗൺ ട്രെൻഡിലേക്ക് വരും എന്നുള്ള ആ ഒരു വസ്തുതകൾ, ആ ഒരു മനസ്സിൽ ഉറച്ചു പോയ ചില ബോധ്യങ്ങളുടെ ബേസിൽ മാത്രം ട്രേഡ് എടുത്ത അവസ്ഥ. അതായത് മാർക്കറ്റ് ഹൈലി മൂവ് ചെയ്യുകയാണ്. നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്തവർക്കറിയാം, ഒരു 400 പോയിന്റ് ആണ് നിഫ്റ്റി മൂവ് ചെയ്തത്. ഡൗൺ സൈഡിലേക്ക് വന്നതേ ഇല്ല. അപ്പോൾ നമ്മൾ ഈ പ്രായമുള്ളവരൊക്കെ പറയില്ലേ, ഒഴുക്കിനെതിരെ നീന്തരുതെന്ന്. അപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ട്രെൻഡിന് ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കരുതെന്നല്ലേ. അപ്പോൾ ആ ഒരു ധാരണകളെല്ലാം കംപ്ലീറ്റ്ലി അവഗണിച്ചുകൊണ്ട് ആ ഒരു കൺഫർമേഷൻ ബയാസ് ആ ഒരു വ്യക്തി രൂപപ്പെടുത്തിയെടുത്ത കൺഫർമേഷൻ ബയാസിന്റെ ബേസിൽ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുത്തു. ഓക്കെ, അവിടെ സ്റ്റോപ്പ് ലോസ് വന്നു, വീണ്ടും നഷ്ടത്തിലോട്ട് വന്നു. എഗെയിൻ ആ വ്യക്തി വീണ്ടും ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കുകയാണ്. അപ്പോഴെന്താ ചിന്തിക്കുന്നത്? നെക്സ്റ്റ് പോയിന്റിൽ ഇത് താഴേക്ക് വരും, അല്ലെങ്കിൽ കുറച്ചു നേരം കൂടെ കഴിയുമ്പം എന്തായാലും മാർക്കറ്റ് താഴേക്ക് വരും. ആ ഒരു ബോധ്യത്തിന്റെ ബേസിലാണ് അവർ ട്രേഡ് എടുക്കുന്നത്. അങ്ങനെ ട്രേഡ് എടുത്തു, വീണ്ടും ലോസ് വന്നു. എന്ത് ചെയ്തു? അവിടെ നിർത്താനുള്ള ഒരു മനസ്സ് വന്നില്ല. പെട്ടെന്ന് തന്നെ മൈൻഡ് മാറി, പാനിക്കായി, റിവെഞ്ച് മെന്റാലിറ്റി അവിടെ വർക്ക് ചെയ്യുകയാണ്. ആ വ്യക്തി ചിന്തിക്കുകയാണ്, ആഫ്റ്റർനൂൺ ടൈമിൽ മാർക്കറ്റ് എന്തായാലും താഴേക്ക് വരും. വീണ്ടും ആഫ്റ്റർനൂണിൽ ഡൗൺ സൈഡ് ട്രേഡ് എടുത്തു. താഴേക്ക് വരാതെ അപ് ട്രെൻഡിലേക്ക് പോകുന്ന മാർക്കറ്റിനെ വീണ്ടും ഡൗൺ സൈഡിലേക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ട്രേഡ് എടുത്തതിൻ്റെ ബേസിൽ ഒരു കിട്ടിയ പ്രോഫിറ്റ് അടക്കം ക്യാപിറ്റലിൻ്റെ ഒരു ഹാഫ് തന്നെ അവിടെ ലോസ് ആയ ഒരു സിറ്റുവേഷനിലാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ. അതായത് കഴിഞ്ഞൊരു വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഒരു ദിവസത്തെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളൊരു പ്രോഫിറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ. ആ ഒരു പ്രോഫിറ്റ് കിട്ടിയാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള എന്തുകൊണ്ടാണ് ആ ഒരു മൈൻഡ് അവിടെ വർക്ക് ചെയ്യാത്തത്? ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മെയിൻ ആയിട്ടും ഗ്രീഡും കൺഫർമേഷൻ ബയാസും ആണ് വർക്ക് ചെയ്തത്. അതായത് പ്രോഫിറ്റ് കിട്ടിയതാണ്, അപ്പോൾ ഗ്രീഡ് വന്നു, പ്രോഫിറ്റ് ഡബിൾ ആക്കാനുള്ള ഒരു ഗ്രീഡ് അവിടെ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ അപ് ട്രെൻഡിലേക്ക് പോകുന്ന മാർക്കറ്റ് തീർച്ചയായും ഡൗണിലേക്ക് വരും,
ഒരിക്കലും നമുക്ക് മാർക്കറ്റ് പ്രഡിക്റ്റബിൾ അല്ല അല്ലേ? പക്ഷേ ടെക്നിക്കലി അനാലൈസ് ചെയ്താൽ നമുക്ക് ആ മാർക്കറ്റിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും 90%. എന്നാലും അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ ബയാസിൽ ഉറപ്പായും മാർക്കറ്റ് താഴോട്ട് വരും അല്ലേ? ആ ഒരു ചിന്താഗതിയിൽ ട്രേഡ് എടുത്ത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് ലോസസ് വന്നു എന്നത് മാത്രമല്ല, ഈ ഫ്രൈഡേയിലെ ട്രേഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫ്രൈഡേയിലെ ഈ ട്രേഡിൽ ഹ്യൂജ് ലോസ് വന്നതുകൊണ്ട് 2 ദിവസം കൂടി ഭയങ്കര ഡാർക്കായിപ്പോയി. സാറ്റർഡേ സൺഡേ നമുക്ക് ട്രേഡ് ഇല്ല, പക്ഷേ ഈ ഫ്രൈഡേ ഇത്രയും വലിയ ഹ്യൂജ് ലോസ് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൂടി കംപ്ലീറ്റ് ഓഫായ അവസ്ഥയായില്ലേ? ഈ കൺഫർമേഷൻ ബയാസിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് പിന്തുണയ്ക്കാൻ പറ്റുന്ന വസ്തുതകളെ മാത്രം ബേസ് ചെയ്ത് തീരുമാനങ്ങൾ രൂപപ്പെടുത്തുക. അതായത് നമുക്ക് ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന കാര്യം ഇങ്ങനെയാ സംഭവിക്കുള്ളൂ എന്നല്ല നമ്മുടെ മനസ്സിന്റെ ഒരു ചിന്താഗതിയിൽ അതിനെ പോസിറ്റീവ് ആക്കാനായിട്ടുള്ള കാരണങ്ങൾ മാത്രം തേടി പോവുക എന്നുള്ളത്. അതായത് നിഫ്റ്റി താഴേക്ക് വരും എന്നുള്ള എൻ്റെ മനസ്സിന്റെ ആ ഒരു ചിന്ത മൂലം താഴേക്ക് വരാനുള്ള കാരണങ്ങൾ മാത്രം കണ്ടെത്തുവാണ്. ഇത് ട്രെൻഡാണെന്നോ ആ ട്രെൻഡ് മുകളിലോട്ട് പോകുന്നുള്ള ചിന്തയിലല്ല, എങ്ങനെയെല്ലാം നിഫ്റ്റി താഴേക്ക് വരാം, അല്ലെങ്കിൽ ഈ സപ്പോർട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത ഒരു റെസിസ്റ്റൻസ് ലെവലിലെത്തി അവിടെ നിന്ന് ഒരു പുൾ ബാക്കിന് ചാൻസ് ഉണ്ട്. അങ്ങനെ താഴേക്ക് വരാനുള്ള കാരണങ്ങൾ മാത്രം ആ ഒരു കൺഫർമേഷൻ ബയാസ് അവിടെ വർക്ക് ചെയ്യുന്നു. ഇവിടെ ആ ട്രെൻഡിനെ കുറിച്ചോ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതിനെ കുറിച്ചോ ചിന്തിക്കുന്നു പോലുമില്ല. വസ്തുതയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥിരീകരണം തേടുന്ന ഒരു അവസ്ഥയാണ് ഈ കൺഫർമേഷൻ ബയാസിൽ വർക്ക് ചെയ്തത്. ഡാനിയൽ കാനിമാന്റെ ഒരു പുസ്തകമുണ്ട്, തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. ഇതിനകത്ത് നമ്മുടെ മൈൻഡിനെ 2 സിസ്റ്റമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് തിങ്കിങ് ഫാസ്റ്റ് മോഡ്, അടുത്തത് തിങ്കിങ് സ്ലോ മോഡ് എന്ന് പറയും. ഈ തിങ്കിങ് ഫാസ്റ്റ് മോഡിൽ വരുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കൺഫർമേഷൻ ബയാസ്. അതായത് അവിടെ വസ്തുനിഷ്ഠതയ്ക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മുടെ ചിന്തകൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ധാരണകൾക്ക്, മുൻകാല അനുഭവങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു. നമ്മുടെ സ്ഥിരീകരണം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ തോന്നലുകളാണ് അവിടെ സ്ഥിരീകരണമായിട്ട് മാറുന്നത്. രണ്ടാമത്തെ ഒരു മോഡാണ് തിങ്കിങ് സ്ലോ മോഡ്. ഈ തിങ്കിങ് സ്ലോ മോഡിലാണ് യുക്തിസഹജമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മനുഷ്യനെ പ്രാപ്തനാക്കുന്നത്. ഇവിടെ ആ ഫസ്റ്റ് മോഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള റീസൺ എന്താണ്? അതാണ് നമ്മുടെ പാനിക് മെന്റാലിറ്റി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ടെൻഷൻ ആയിരിക്കുമ്പോഴല്ലേ നമ്മൾ റോങ് ഡിസിഷൻസ് എടുക്കുന്നത്? ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ടെൻഷൻ വന്നു, ട്രേഡിൽ ലോസസ് വന്നു, അപ്പോഴേക്കും നമ്മുടെ മൈൻഡിന്റെ ആ ഫസ്റ്റ് മോഡാണ് വർക്ക് ചെയ്തത്. തിങ്കിങ് ഫാസ്റ്റ് എന്നുള്ള ആ ഒരു മോഡ് വർക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ കൺഫർമേഷൻ ബയാസിന്റെ അടിസ്ഥാനത്തിൽ അവിടെ തീരുമാനങ്ങൾ എടുക്കുകയും വീണ്ടും വീണ്ടും നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്തു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ ലോസ് വരുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ദിവസം തന്നെയായിരിക്കും. ഓൾമോസ്റ്റ് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാവിലെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുകയും ഉച്ച കഴിഞ്ഞ് അത് ലോസ് ആയിട്ട് പോവുകയും ചെയ്യുന്നതെന്ന്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഈ 2 കാര്യങ്ങളാണ് ഗ്രീഡും കൺഫർമേഷൻ ബയാസും. ട്രേഡിങ്ങിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രേഡിങ്ങിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ക്യാപിറ്റൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ക്യാപിറ്റൽ സേവ് ചെയ്യുക എന്നുള്ളത്. അതിപ്പം ഏതൊരു ബിസിനസ്സിലായാലും നമ്മളൊരു നല്ല ക്യാപിറ്റലിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പം നമുക്ക് ലാഭം ഉണ്ടാകാം, നഷ്ടം ഉണ്ടാകാം, പക്ഷെ അത് നമ്മുടെ ക്യാപിറ്റലിനെ ടച്ച് ചെയ്യാനായിട്ട് അനുവദിക്കാനേ പാടില്ല. ഈ ഓവർ ടെൻസ്ഡ് ആകുക അല്ലെങ്കിൽ പാനിക് ആകുക എന്നത് ഒരിക്കലും ഒരു ഹെൽത്തി ഹാബിറ്റ് അല്ല. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും എപ്പോഴും ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. ഇപ്പം ഒരു ട്രേഡ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ലൈഫിൽ ഒന്നും സംഭവിക്കാനില്ല, വീണ്ടും ട്രേഡ്സ് ഉണ്ട് അല്ലേ? നമ്മൾ ചില ദിവസം ചിലരൊക്കെ പറയാറുണ്ട്, ഒരു ട്രേഡ് നഷ്ടപ്പെട്ടു എൻ്റെ ലൈഫ് തീർന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ട്രേഡ് ഉണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആ വ്യക്തികളിലാണ് മെയിനായിട്ടും ഈ ട്രേഡിംഗ് ഒരു അഡിക്ഷൻ ആയിട്ട് മാറുന്നത്. അവിടെയാണ് നമ്മൾ ഗ്യാംബ്ലിംഗ് മെത്തേഡ് എന്നൊക്കെ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ആ ദിവസത്തെ ട്രേഡ് എന്ന് പറയുന്നത് ആ ട്രേഡിംഗ് ടൈം കഴിയുമ്പോൾ അവിടെ നിർത്തുക. ഇപ്പം നമ്മൾ പറയാറില്ലേ, ഇപ്പോൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന ഒരാളാണ്, ആ ഓഫീസിലെ ടെൻഷന് സ്ട്രെയിൻ എല്ലാം നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവിടെ അവസ്ഥ? അപ്പോൾ ആ ഓഫീസിലെ സ്ട്രെയിൻ ആൻഡ് ടെൻഷൻസ് നമ്മൾ അവിടെ വെച്ചിട്ട് വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ഹാപ്പിയസ്റ്റ് അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും ട്രേഡിംഗ് ഡേ, ആ ട്രേഡിങ്ങിന്റെ സമയം കഴിയുമ്പോൾ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അത് അവിടെ നിർത്താനായിട്ട്, അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മൾ പറയാറില്ലേ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ആളുകൾ, ആ മെമ്മറീസ് നമ്മളത് നിർത്തിക്കളയുക, സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയാറില്ലേ? അതുപോലെ തന്നെയാണ് നമുക്ക് വരുന്ന ലോസസ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, പ്രോഫിറ്റ് ആയാലും സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ പ്രോഫിറ്റ് വന്നെന്ന് കരുതിയിട്ട് ഓവറായിട്ട് സന്തോഷിക്കുകയും ലോസ് വരുമ്പോൾ ഓവറായിട്ട് ടെൻഷൻ ആവുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ദോഷം മാത്രമേ സംഭവിക്കുന്നുള്ളൂ അല്ലേ? ഈ സൈക്കോളജിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഞാൻ മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്.
വീണ്ടും നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കാമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആ തിങ്കിങ് സ്ലോ മോഡ് വർക്ക് ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് മനസ്സിലാകുന്നു എടുത്ത തീരുമാനങ്ങൾ തെറ്റായിരുന്നു, അല്ലെങ്കിൽ ഒരു റിഗ്രറ്റിലോട്ടൊക്കെ നമ്മൾ പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പം ഇത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ശ്രമിക്കേണ്ടതായിട്ടുണ്ടല്ലേ. ആദ്യം തന്നെ തിങ്കിങ്ങിൽ ബെറ്റർ ആകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓവർ തിങ്കിങ് ഒഴിവാക്കുക എന്നുള്ളത്, റിഗ്രറ്റ്സ് ഒഴിവാക്കുക എന്നുള്ളത്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ട്രേഡിംഗ് അഡിക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ ഏത് പോയിന്റിന്റെ അഡിക്ഷൻ ആണെന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. അത് എങ്ങനെ ഒഴിവാക്കാന്നുള്ളത് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ കൊടുക്കുക. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.